KGC എക്സാമിനേഷൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് കയറാൻ പറ്റുന്ന സൈറ്റാണ് beta.sbe.kerala.gov.in. ഓക്കെ, beta.sbt.kerala.gov.in. ഇപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ കാണിക്കും. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡും കാണിക്കും. അപ്പോൾ യൂസർ നെയിം പാസ്വേഡും സാധാരണയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നമ്മൾ ചെക്ക് ചെയ്ത് വെച്ച പാസ്വേഡ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അതിനകത്ത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ആ ഒരു കോഡ് ഇപ്പുറത്തെ ഭാഗത്ത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് ലോഗിൻ ആവും. നമ്മൾ യൂസർ നെയിം പാസ്വേഡും അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു ഡാഷ്ബോർഡ് വരും. ആ ഡാഷ്ബോർഡിനകത്ത് എക്സാമിനേഷൻ റിസൾട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പേരും ഡീറ്റെയിൽസും കാണിക്കും. അത് ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിലാണെങ്കിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് വ്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയർ, ഫസ്റ്റ് സെമസ്റ്ററിനാണെങ്കിൽ 1 ഉണ്ടാവും, അത് സെക്കൻഡ് ഇയറിൻ്റെ ആണെങ്കിൽ 2 എന്നുണ്ടാവും. സെമസ്റ്റർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ആ രീതിയിൽ. അപ്പോൾ ഇൻറ്റേർണൽ മാർക്കും ടോട്ടൽ എഴുതിയെടുത്ത മാർക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം P ഉണ്ടെങ്കിൽ പാസ് എന്നായിരിക്കും ഉണ്ടാവുക. അതിന് പോലെ തന്നെ മുകളിൽ പാസ്ഡ് ഔട്ട് എന്നും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പിന്നെ ഫെയിൽഡ് ആണെങ്കിൽ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ പിന്നീട് ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷന് വേണ്ടി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും മാർക്ക് ലിസ്റ്റിനും വേണ്ടിയിട്ടുള്ള നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകളുണ്ടാവും. ഇപ്പോൾ തൽക്കാലം അതിലുള്ളത് എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലാണ്. അതിനകത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും എക്സാമിനേഷൻ റിസൾട്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റും.